കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ തൊഴിൽ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. തൊഴിലിടങ്ങളിൽ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കുക വഴി മെച്ചപ്പെട്ട സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങൾക്കാണ് തൊഴിൽ മേഖല സാക്ഷ്യം വഹിച്ചത്. വേതന നിരക്കിലെ വർധന ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ശരാശരി പ്രതിമാസ ഉപഭോഗ ചെലവ് 2011-12 കാലയളവിൽ 1430 ആയിരുന്നത് 4122 ആയി ഉയർന്നു. 3 ഇരട്ടി വർധനയാണ് ഈ കാലയളവിലുണ്ടായത്. നഗരങ്ങളിൽ ഇത് 2630 നിന്ന് 6996 ആയും വർദ്ധിച്ചു. വേതന നിരക്കിലെ വർധനവിലൂടെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിച്ചതിന്റെ തെളിവാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭവന നിർമ്മാണം ഉൾപ്പെടെ അടിയന്തര ആവശ്യങ്ങളിലേക്ക് പണം വകയിരുത്താൻ സാധാരണക്കാർക്ക് സാധിച്ചു. തൊഴിലാളികളുടെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷിതത്വ പദ്ധതിയായ EPF-ൽ 2025 മാർച്ചിൽ 7.54 ലക്ഷം പുതിയ വരിക്കാരെ ചേർത്തു. 2024 മാർച്ചിനെ അപേക്ഷിച്ച് 0.98% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതിന്റെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിന്റെയും തെളിവാണ് EPF പുറത്തുവിട്ട കണക്കുകളിലൂടെ വെളിവാകുന്നത്. മിഷൻ കർമ്മയോഗി പദ്ധതിക്ക് കീഴിൽ നാഷണൽ പ്രോഗ്രാം ഫോർ സിവിൽ സർവീസ് കപ്പാസിറ്റി ബിൽഡിംഗ് പൌരന്മാരുടെ ആവശ്യങ്ങൾക്കായി സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതിയുടെ കീഴിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ തൊഴിൽ മേഖലയിലെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ഇതിലൂടെ സർക്കാരിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.